വെൽക്കം ബാക്ക് ടു കപ്ലൻസ് വൈതന. ഇന്ന് മൂലം നാളിലെ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഗുരുവായൂരമ്പല നടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ ഗായ്സ്. ഇന്നും പൂക്കളം സീരീസ് തന്നെയാണ്. കാരണം അത്തം തൊട്ട് ഇനി ഓണം വരെയുള്ള പൂക്കളമൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കും വിധം വ്ളോഗായിട്ട് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കിഴക്കേ നടയിൽ എത്തി. ചിൻ്റെയും പപ്പയും കൂടി വിജീഷ് അങ്കിളിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പൂക്കളൊക്കെ നുള്ളാൻ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ്. എന്തായാലും അവർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ പോകുന്നതും പിന്നെ ആളുകളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ കാണുമ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു പൂക്കളം വരയ്ക്കുന്നത് തൊട്ട് കാണാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തയും പപ്പയും ഹെൽപ്പിങ്ങും വർത്തമാനവും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. പിന്നെ എപ്പോഴാണ് ഇനി ഓടാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് വ്ളോഗൊക്കെ ചെയ്തതാണ് ചിന്ത ആ കണ്ടത് കേട്ടോ. കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ടുന്നുള്ളൂ. അങ്ങനെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. തിരുവാതിരയും ഭരതനാട്യവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പൂക്കളിട്ട് ഇതൊക്കെ കാണാം. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ പപ്പയും ചിന്തയും സാധാരണ അവിടെ പോയി ഇരിക്കാറില്ല. ചില സമയത്ത് അവർക്ക് ഇരിക്കണം തോന്നി കഴിഞ്ഞാൽ അവിടെ പോയിരുന്നത് പോലെ കാണും. അങ്ങനെയൊക്കെ ആയിട്ടോ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 11:30-11:45 വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ വീട് എടുക്കുന്ന തിരക്കിൽ ചിലപ്പോൾ പപ്പനെ കാണാണ്ടാകുമ്പോൾ നോക്കുമ്പോൾ കാണാൻ അവിടെ പോയി ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കൺവെട്ട തന്നെ നിർത്തും കേട്ടോ. കാരണം കുറേ ആളുകളൊക്കെ വരുന്നതല്ലേ, പിന്നെ കുട്ടികളെ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഒന്നില്ലെങ്കിൽ വിജീഷേട്ടൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ കൊണ്ടുവരുത്തും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ തന്നെ നടത്തും. അങ്ങനെയാണ് വീഡിയോ എടുക്കാറ് കേട്ടോ. ഗായ്സ്, ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാണ്. മക്കൾക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. നാളെ രാവിലെ തന്നെ ഞാൻ വരും ഫുൾ പൂക്കളത്തിൻ്റെ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ കൂടി കണ്ടു നോക്കണം കേട്ടോ. ഇത് വ്യാഴാഴ്ചക്കലത്തെ വ്ളോഗാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു ദിവസം വൈകിട്ടാണ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാറ്. ഷോർട്സും ലൈവൊക്കെ അന്നന്ന് ഇടാറുണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ട്. കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നടക്കുകയാണ്. ഞാൻ മൂലം നാളിലെ പൂക്കളം ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് രാവിലെ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ കല്യാണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയ വധുവരന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളം കാണാം. മൂലം നാളിലെ പൂക്കളം ശ്രീ പ്രേമന്റെ സമർപ്പണമായിരുന്നു. 55 കിലോളം വരുന്ന പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് മനോഹരമായ താമരക്കണ്ണന്റെ രൂപം ഒരുക്കിയത്. രമേശ് പാലാമണിയും ടീമും ചേർന്നിട്ടാണ് ഡിസൈൻ ചെയ്തത്. അവിടെ മണ്ഡപത്തിൽ വിവാഹം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂക്കളത്തിന് ചുറ്റും തിരക്കുണ്ട് നന്നായിട്ട്. ഒരു കുട്ടീനെ കിട്ടിയപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുപ്പിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം നടന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോരാണ്. എന്നും വ്ളോഗ് ഇടുന്നതുകൊണ്ട് കുട്ടി കുട്ടി വ്ളോഗ്സാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ബോറടിക്കില്ല, പിന്നെ എൻ്റെ ടൈമും സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ഗായ്സ്, അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബൈ, സീ യു.